സഖാവ് ഒരു മനുഷ്യനിക്ക് അങ്ങനെ ആകാൻ കഴിയൂല. ഒരു 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 മുമ്പിനാണ് മനുഷ്യൻ. അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു വാർത്ത കേട്ടു. രാവിലെ തന്നെ എൻ്റെ കുട്ടികളെ എനിക്കൊരു വാർത്ത കേൾപ്പിച്ചു തന്നു. മാതൃഭൂമി ചാനലിൻ്റെ വാർത്തയാണ്. ഇന്നത്തെ സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നത് ഉമ്മർ ഫൈസിയാണെന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങന്മാരുടെ വിരോധിയായ ഉമ്മർ ഫൈസി എന്നും പറഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സാദിഖ് അലി തങ്ങളാണെന്നും പറഞ്ഞിട്ട് ഒരു കോമാളി വാർത്ത നടത്തിയിരുന്നു. അങ്ങനെ ഒന്നില്ല. ഇല്ലാത്തതിങ്ങനെ കെട്ടിച്ചമച്ചുകൊണ്ട് ഞാൻ എന്നും പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ്. ഞാൻ 1980 എൻ്റെ ഒരു വീടുണ്ടാക്കി അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം എനിക്ക് അന്ന് ഒരു പൈസ തന്നിരുന്നു. അത് ഇന്നും എൻ്റെ ബെൽറ്റിലുണ്ട്. അതൊരു ബർക്കത്തിൻ്റെ പൈസയായിട്ട് ഞാൻ സൂക്ഷിച്ചതാണ്. ആൾക്കാരെന്തൊക്കെ പറയുന്നു ഇതൊക്കെ എന്താക്കുന്നു കേട്ടിട്ട് നമ്മളിടയിൽ ഇങ്ങനെ വിരോധമാണ്, ഞാൻ ലീഗ് വിരോധിയാണ്, സഖാവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒക്കെ പറച്ചിലാണ്. ഒന്നുമില്ല. സഖാവ് ഒരു മനുഷ്യനിക്ക് അങ്ങനെ ആകാൻ കഴിയൂല. ഒരു മുമ്പിനാണ് മനുഷ്യൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും ഇതൊക്കെ കേട്ടിട്ട് നമ്മളെന്താക്കരുത്, പരസ്പരം ഗീബത്ത് നമീമത്തൊന്നും നടത്തരുത്. സംഗതികൾ എന്താക്കണം, നമ്മൾ ഈ മേഖലയിൽ ജീവിക്കേണ്ടവരല്ലേ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണ മേഖലയിൽ പ്രവർത്തിക്കലാണ് എൻ്റെ പണി മുഴുവനും. എൻ്റെ വീട്ടിൽ കോളിംഗ് ബെല്ല് പെണ്ണുങ്ങൾ എടുത്തു വെച്ചതാണ്. കാരണം ഞാൻ പാതിരക്ക് ചെന്ന് ബെല്ലടിച്ചോളം ഉറക്കം സുപ്പാക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് പോന്നിട്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല. എനിക്ക് ഈ ദീൻ്റെ മേഖലയിലെ പ്രവർത്തിൻ്റെ പണി മാത്രമേ ഉള്ളൂ. അതിനൊന്നും ഒരു പ്രതിഫലം വാങ്ങിയിട്ടുള്ള പണിയുമല്ല. അള്ളാഹുവിൻ്റെ വചനം വിചാരിച്ച് ഞാൻ ശംസുൽ ഉലമയുടെ കൂടെ 20 കൊല്ലം ജീവിച്ചവനാണ്. ശംസുൽ ഉലമയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ മതിവ് പറയാനല്ല ഞാനത് പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്ന ഫിത്തനകളെ സംബന്ധിച്ച് പറയാണ്. ഞാനത് വലിയ യോഗ്യനാണെന്ന് പറയാനല്ല. അപ്പം ആ ഫിത്തനകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതൊക്കെ എന്താക്കണം, ഒന്ന് മാറ്റിയിട്ട് നമ്മളൊക്കെ ദീനിൻ്റെ കുട്ടികളാണ് എന്നാക്കി ചേർന്നുകൊണ്ട് നമ്മളെന്താക്കുക, ആ വിശ്വാസവും പ്രവൃത്തിയൊക്കെ ആ രൂപത്തിലാവണം എന്ന് ഈ അവസരത്തിൽ സാന്ദർഭികമായി പറയുകയാണ്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഈ സദസ്സിനോട് ആദ്യമായി എനിക്കൊന്ന് പറയാനുള്ളത്, ആളുകളെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആവേശഭരിതരാവരുത്. നമ്മൾ അതൊരു വകതിരിവിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാറുന്നു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വകതിരിവും നമുക്കില്ല. വഅ്തസിമു ബിഹബിലില്ലാഹി ജമിയ, അല്ലാഹു തആല പറഞ്ഞ നേരത്തെ ഓതിയ ആയത്ത്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തമൂത്തുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോവരുത് എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ക്രമം നിങ്ങൾ സൂക്ഷിക്കണം. അതിൻ്റെ ശേഷം പറയുന്നത് വഅ്തസിമു ബിഹബിലില്ലാഹി ജമിയാന, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കണം. വിവേചനമുണ്ടാക്കരുത്, ഭിന്നിപ്പുണ്ടാക്കരുത് എന്ന് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടെല്ലാം വളരെ അച്ചടക്കത്തോടുകൂടെ ഇവിടെ എല്ലാവരും സംസാരിക്കാനുണ്ട്. ഒരു ഭിന്നിപ്പും ഇവിടെ ഇല്ല, ഒരു വിവേചനവുമില്ല. ആ നിലക്കുള്ള ഒരു സംഗമത്തിനാണ് സമസ്ത ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. സമസ്ത നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അതാണ്. സമസ്തയുടെ ഉലമാക്കളുടെ പാരമ്പര്യം അതാണ്. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇപ്പോൾ സയ്യിദുൽ ഉലമയുടെ ഒരു ജാഥ നടന്നു. എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൂട്ടി, രാഷ്ട്രീയ മേഖലയിലുള്ള ഇടത്തും വലത്തുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എല്ലാവരും ഒരുമിച്ച് തങ്ങളുടെ യാത്രയെ വരവേറ്റും. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ നമ്മൾ സമ്മേളനങ്ങളും കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ അവിടെ നമ്മൾ വിവേചനവും കാണിക്കാതെ ഇന്ത്യ രാജ്യത്തിൻ്റെ പരിശുദ്ധത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മതവിവേചനമില്ലാതെ, രാഷ്ട്രീയ വിവേചനമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ, ഭാഷവ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത. ആ നിലയ്ക്ക് തന്നെ നമ്മൾ എന്താക്കണം, ശ്രദ്ധിച്ചു കൊണ്ട് പോകണം എന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അതിൻ്റെ അഖീദ നിലനിർത്തുന്ന ഒരു പ്രവൃത്തിയാണ് ആദ്യമായിട്ട് സമസ്തയുടെ ഒന്നാമത്തെയും അവസാനത്തെയും പ്രവൃത്തി അത് തന്നെയാണ്. സമസ്ത ഉണ്ടായതും അതിനു വേണ്ടിയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ പ്രഖ്യാപിച്ചു. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ മതം ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു, ലോകം സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യന് വേണ്ടി മാത്രം ഒരു നിയമം കൊടുത്തു. മറ്റുള്ള ജീവികൾക്കൊന്നും ഒരു നിയമവുമില്ല. അവർക്ക് പ്രകൃതി നിയമം, അത് പ്രകൃതി അനുസരിച്ച് അവർ ജീവിച്ചു കൊള്ളണം. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ എന്തൊക്കെ ചെയ്യണം ചെയ്യാതിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ഒരു നിയമാവലി അവന് നൽകിയിട്ടുണ്ട്. ആ നിയമാവലി ഇവിടെ നൽകാൻ അള്ളാഹു സംവിധാനിച്ച സംവിധാനം ഗ്രന്ഥങ്ങളുണ്ട്. അതോടുകൂടെ തന്നെ അത് പ്രചരിപ്പിക്കാനുള്ള ആളുകളെ, പരിശുദ്ധാത്മാക്കളായ ആൾക്കാരെ അള്ളാഹു തആല തെരഞ്ഞെടുത്തു. അതാണ് അമ്പിയാക്കൾ, പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ മുഖേനയാണ് ദീൻ ഇവിടെ നടത്തിയത്, ഇസ്ലാം ഇവിടെ നടത്തിയത്. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ ഇതിവിടെ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ വന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ്, അള്ളാഹുവിലുള്ള വിശ്വാസം, അഖീദ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പ്രചരിപ്പിച്ചത്. അവരിൽ ചിലരൊക്കെ ഗ്രന്ഥങ്ങളുമായിട്ട് വന്നു. ഗ്രന്ഥങ്ങളൊക്കെ പലതും ഇപ്പോൾ ദുർബലപ്പെട്ടിട്ടുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആൻ, അവസാനത്തെ പ്രവാചകന് നൽകിയ പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നുണ്ട്. ആ പരിശുദ്ധ ഖുർആന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനാണ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അതാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത്. അതാണ് ആ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂല്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ദീൻ ഇവിടെ വളരെ നല്ല നിലയിൽ ജനങ്ങളെ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ മറ്റുള്ള വേദങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇറക്കിയതാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ 23 കൊല്ലം കൊണ്ടാണ് ഇറക്കിയത്. അതിൻ്റെ അർത്ഥം 40 വയസ്സായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചു. 63 വഫാത്തായി മരിച്ചു. അങ്ങനെയുള്ള 23 കൊല്ലം കൊണ്ട് കണ്ടശയായിക്കൊണ്ട് ആവശ്യാനുസൃതമാണ് ഖുർആൻ ഇറങ്ങിയത്. അത് ജനങ്ങളെ നിയമം പ്രാവർത്തികമാക്കി പരിശീലിപ്പിക്കുന്ന പണിയാണ് നബി എടുത്തത്. നിയമം പറഞ്ഞു പോവുകയല്ല. അതാണ് അവരെ കൂടെ ജീവിച്ച് അവരോട് കൂടെ മണ്ണിൽ ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിച്ചാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിനെ പരിചയപ്പെടുത്തിയത്. ആ നിലക്ക് പരിചയപ്പെട്ടവരാണ്. അങ്ങനെയുള്ള പരിശുദ്ധാത്മാക്കളാണ്. നബിയിൽ നിന്ന് ആ ജീവിതം കണ്ടും പകർത്തിയും ചെയ്ത ആൾക്കാരാണ് സഹാബത്ത് എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിൽ സഹാബത്ത്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഹിസാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്ത്. ആ സഹാബത്ത് നബിയെ പിൻപറ്റിക്കൊണ്ട് ജീവിതം മുഴുവനും ഒപ്പിയെടുത്തിട്ടുണ്ട്. നബിയുടെ എല്ലാ രഹസ്യവും പരസ്യവുമായ എല്ലാ ജീവിതവും റെക്കോർഡാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പകർത്തിയ സഹാബാക്കളെ തൊട്ട് അള്ളാഹു പറയുന്നത് അവർ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. സഹാബാക്കൾക്ക് ശേഷം ദീനിവിടെ നിലനിൽക്കണ്ടേ? അമ്പിയാക്കന്മാരുടെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനു മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ വന്നു. 1500 വർഷം കഴിഞ്ഞിട്ടും പിന്നീട് മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകനില്ല, പ്രവാചകൻ വരില്ല. ലാ നബിയ്യ ബഅദി, എൻ്റെ ശേഷം പ്രവാചകനില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ആ നിലയ്ക്ക് സമ്പൂർണ്ണമായി അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. അല്ലാഹു തആല ആ ദീൻ നബിയുടെ അവസാനത്തോടു കൂടെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്ന് ഖുർആൻ ഇറങ്ങി. ഇനി ആ ദീനിൽ ഒന്ന് കൂട്ടാനുമില്ല കുറക്കാനുമില്ല. ആ നിലയ്ക്ക് സമ്പൂർണ്ണമായ ഒരു മതം നമുക്ക് അല്ലാഹു തആല തന്നു. ആ മതം ഇനിയും പ്രവാചകനില്ലാതെ തുടരണം, ഖിയാമം വരെ തുടരണം. അതിനെന്താ മാർഗം? പ്രവാചകനില്ലാതെ തുടരാൻ എന്താ മാർഗം? അതാണ് ആ മാർഗം പറയുന്നത്. എൻ്റെ സഹാബത്ത് എൻ്റെ ജീവിതം പകർത്തിയവരാണ്. എനിക്ക് ശേഷം നിങ്ങൾ അവരെ കണ്ടു പഠിക്കണം. അവരെ നിങ്ങൾ കണ്ടു പഠിച്ചാൽ എന്നെ കണ്ടു പഠിക്കുന്നതിൻ്റെ ഫലം തന്നെയാണ്. എന്നെ പിൻപറ്റിയാൽ എന്നെ പിൻപറ്റിയതുപോലെ തന്നെയാണ് അവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വല്ലദീന തബഅഹും ബിഹിസാൻ. പിന്നീട് അവർക്ക് ശേഷം പിന്നീട് വരുന്ന തലമുറ ഈ ജീവിതമാർഗം ശീലിച്ച് അത് അനുഭവിച്ച് അത് ജീവിതത്തിൽ പകർത്തിയ താബിഈങ്ങൾ, അനുഗാമികൾ, അതിനുശേഷം വന്ന് അങ്ങനെ കാലക്രമേണ ഏതോ കാലഘട്ടത്തിലും വരുന്ന ആൾക്കാർ ഈ നല്ല മാർഗം സ്വീകരിച്ചു കൊണ്ടുവന്ന നബി പഠിപ്പിച്ച ആ മാർഗം, ചര്യവും സ്വഭാവവും ഒക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിച്ച് കാണിച്ചു തന്ന ആ തലമുറകൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എൻ്റെ നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത നൂറ്റാണ്ട്, അത് കഴിഞ്ഞാൽ അടുത്ത നൂറ്റാണ്ട്, അങ്ങനെ 3 നൂറ്റാണ്ടുകളെ പ്രശംസിച്ച് പറഞ്ഞു. ആ നൂറ്റാണ്ടുകളിലൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഹദീസ് ക്രോഡീകരിച്ചവർ, ഖുർആൻ ക്രോഡീകരിച്ചവർ, അതുപോലെ
ഫിഖഹിൻ്റെ മസലകൾ എങ്ങനെയാണ് നമ്മളെ പ്രവർത്തന ഇബാദത്തുകളൊക്കെ ചെയ്യേണ്ടതെന്ന് കൃത്യമായി സൂക്ഷിച്ച് വരച്ച് കാണിച്ചു തന്ന മദ്ഹബിൻ്റെ ഇമാമുകൾ ഇവരൊക്കെ കാണിച്ചു തന്നാൽ പിന്നെ നമുക്ക് വേറൊരു സംശയമില്ല. ആ മഹാന്മാർ അള്ളാഹുവിൻ്റെ റസൂല് പ്രശംസിച്ച കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചവരാണ്. ബഹുമാനപ്പെട്ട സിഹാഹു സിത്ത ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് മുസ്ലിം ലോകം ഒന്നും കാണാതെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ അംഗീകരിക്കുന്ന 6 കിതാബുകളുണ്ട് സഹാഹു സിത്ത എന്ന് പറഞ്ഞിട്ട്, ബുഖാരി മുസ്ലിം തുടങ്ങിയിട്ട്. അതുണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. 3 നൂറ്റാണ്ടുകൾക്കുള്ളിലാണ് അവർ അതൊക്കെ രചിച്ചിരിക്കുന്നത്. അതേ പ്രകാരം ഫിഖ് മസലകൾ, അതായത് മനുഷ്യൻ അനുവർത്തിക്കേണ്ട കർമ്മത്തിൻ്റെ വിധിവിലക്കുകൾ, നമ്മൾ എന്തൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് എഴുതി ചേർത്തിരിക്കുന്നു, റെക്കോർഡാക്കിയിരിക്കുന്നു. അതാണ് മദ്ഹബ് എന്ന് പറയുന്നത്. ആ മദ്ഹബിൻ്റെ ഇമാമുകളും ഈ നൂറ്റാണ്ടുകളിൽ ജീവിച്ച് മരിച്ചവരാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഈ ഇസ്ലാമിനെ നമുക്ക് സമ്പൂർണ്ണമായിട്ട് തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് എന്താക്കണ്ട, ഒന്നും വേണ്ട. അപ്പം മദ്ഹബിനെ സ്വീകരിക്കുക, മുഹദ്ദിസീങ്ങളെയും മുഫസ്സിരീങ്ങളെയും ആ കാലഘട്ടത്തിലുള്ള മുഫസ്സിരീങ്ങളൊക്കെ സ്വീകരിച്ചാൽ മതി. അതാണ് നമ്മൾ പറയുന്നത്. ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അഖീദ എന്ന് പറയുന്നത് അതാണ്. ആ നിലക്കുള്ള അഖീദയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കേരളത്തിലും കിട്ടിയുള്ളത് തന്നെയാണ്. കേരളത്തിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടിയ അഖീദ തന്നെയാണ് ഇസ്ലാം. അതാണ് ആ ഇസ്ലാമിനെ അനുധാവനം ചെയ്തു പോലാണ് നമ്മുടെ കടമ. കേരളത്തിൽ ഇസ്ലാം വന്നത് സഹബത്തിൻ്റെ കാലത്താണ്. അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം പകർത്തിയ പരിശുദ്ധാത്മാക്കളായ സഹാബത്താണ് ഇവിടെ കേരളത്തിലും ഇസ്ലാം കൊണ്ടുവന്നത്, ഇന്ത്യയിൽ കൊണ്ടുവന്നത് അവരാണ്. അതുകൊണ്ട് അവർ പേച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു തആല റളിയല്ലാഹു അൻഹും അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ സാക്ഷീകരിച്ച മഹത്തുക്കളാണ് അവർ. അവർ കൊണ്ടുവന്ന ദീനിലൊരു കലർപ്പുമില്ല. നമ്മൾ അനുവർത്തിച്ച് വരുന്നത് അവർ കൊണ്ടുവന്ന ദീനാണ്. ഈ കാലത്തും മൗലിദ്, റാത്തീബ്, അതുപോലെ മരിച്ചാലുള്ള അടിയന്തരങ്ങൾ, തറാവീഹ് നിസ്കാരം, ജമാഅത്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവരെന്താണോ നമ്മളെ പഠിപ്പിച്ചത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസവും പ്രവർത്തനവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എവിടുന്ന് അത് പയച്ചത്? എവിടെയും പയച്ചിട്ടില്ല. അവരെ അനുധാവനം ചെയ്തു വരുന്ന പണ്ഡിതന്മാർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെന്ന് പറയുന്ന അവരാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ കാലശേഷം എൻ്റെ സമുദായം പിളരും. എത്രത്തോളം എന്ന് വെച്ചാൽ യഹൂദികൾ 71 പിളർന്നെങ്കിൽ നസാറാക്കൾ 72 പിളരും. എൻ്റെ സമുദായം 73 പിളരും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലായിരിക്കും. ഇല്ലാ വാഹിദ, ഒന്നൊഴികെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആ ഒന്നാരാണ് നബി എന്ന് ചോദിച്ചപ്പോൾ, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു നിലക്കാണോ ജീവിച്ച് കാണിച്ചു തന്നത് ആ ജീവിത പദ്ധതി, ആ ശൈലി ഉൾക്കൊള്ളുന്നവരാണ് രക്ഷയുടെ ആൾക്കാർ, ബാക്കിയുള്ളവരൊക്കെ ശിക്ഷയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഫിത്തനയും ഉണ്ടായിരുന്നില്ല. സഹാബത്ത് കൊണ്ടുവന്ന ദീന് ഒരു 14 നൂറ്റാണ്ട് നമ്മളെന്താക്കി ഇവിടെ കഴിഞ്ഞുകൂടാൻ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ. പിന്നെ അങ്ങനെയാണ് 1922 ശേഷമാണ് വഹാബി എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായത്. വഹാബികൾ അവരാണ് ഇവിടെ ഫിത്തന ഉണ്ടാക്കിയത്. KM മൗലവിയുടെ നേതൃത്വത്തിലുള്ള വഹാബി സംഘം നമ്മൾക്ക് ഇവിടെ ഫിത്തനയുണ്ടാക്കി. ആ ഫിത്തനയുണ്ടാക്കി എന്ന് മാത്രമല്ല, നമ്മളൊക്കെ മുശ്രിക്കുകളാക്കി, ബഹുദൈവ ആരാധകരാക്കി സുന്നികളൊക്കെ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും, ഇത്തരം പ്രവർത്തനങ്ങൾ, മഹാന്മാരെ ആദരിക്കലും അതുപോലെ ഇമാമിനെ തക്ലീദ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശിർക്കാണ്, അത് പാടില്ലാത്തതാണ്, ഞങ്ങളൊക്കെ മുശ്രിക്കുകളാണെന്ന് അവർ പറഞ്ഞു. അതാണ് ചെയ്തത്. അത് ചെയ്തപ്പോഴാണ് 1926 സമസ്ത ഉണ്ടാക്കേണ്ടി വന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവരുടെ അബദ്ധചടിലമായ എല്ലാ പ്രസംഗങ്ങളും അവരുടെ എല്ലാ അഖീദകളൊക്കെ മാറ്റിത്തിരുത്തി ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സഹാബത്തിൽ കൂടെയും താബീങ്ങളിൽ കൂടെയും നമുക്ക് കിട്ടിയ ആ പാരമ്പര്യം, ആ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സമസ്തയുടെ ഉലമാക്കൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ ലക്ഷ്യം അതാണ്, പ്രധാന ലക്ഷ്യം അതാണ് സമസ്തയുടെ. അതിൻ്റെ ഭരണഘടനയിൽ 2-ാം വകുപ്പ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നിടത്ത് ഒന്നാമതായി പറയുന്നത് പരിശുദ്ധ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദ, ആ അഖീദ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ അഖീദ ജനങ്ങളിൽ പ്രചരിപ്പിക്കുക, അതാണ് ഒന്നാമത് സമസ്തയുടെ ലക്ഷ്യം. വേറൊരു ലക്ഷ്യം അതിന് പ്രധാനമായിട്ടില്ല, അതിനേക്കാൾ പ്രാധാന്യമായിട്ടില്ല. സമസ്തയാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ അഖീദ, ജനങ്ങളുടെ വിശ്വാസം, അവരാചരിച്ചു പോരുന്ന ആ കാര്യങ്ങളിലൊക്കെ അവർക്ക് ദൃഢമായ വിശ്വാസം നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്.
അതേ പ്രകാരം അതിനെതിരായി വരുന്ന രണ്ടാമത് അതിന് പറയുന്നത് ബി പറയുന്നത് അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെയൊക്കെ പ്രതിരോധിക്കുക. എതിരായ വഹാബിസം മൗദൂസം തുടങ്ങി എന്ത് വന്നാലും അതിനെ എന്താക്കണം, എതിർക്കണം എന്നാണ് അതിൻ്റെ ബി, ഉദ്ദേശ ലക്ഷ്യങ്ങളിലെ ബി പറയുന്ന അതാണ്. ആ നിലക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ബഹുമാനപ്പെട്ട സമസ്ത അവിടെ പ്രവർത്തിക്കുന്നത്. 1926 ഉണ്ടാക്കിയ സമസ്ത അതിൻ്റെ ഏതാണ്ട് ഒരു 20-25 കൊല്ലത്തോളം ഈ പ്രതിരോധ മേഖലയിലായിരുന്നു പ്രവർത്തിച്ചത്. വഹാബികളെ പ്രതിരോധിക്കുക. അവരിവിടെ ആകെ കുഴപ്പമുണ്ടാക്കിയിരുന്നു. ജനങ്ങളെ മനസ്സിലൊക്കെ വിശ്വാസം തെറ്റിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വിഫലമായി നടത്തി ആകെ കുഴപ്പമുണ്ടാക്കിയപ്പോൾ അതിനൊക്കെ കെടുക്കാനും പകരം സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മഹല്ലുകളിലൊക്കെ സ്ഥാപിക്കാനും വേണ്ടി 10-25 കൊല്ലം എടുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് അതിൻ്റെ മറ്റ് അജണ്ടകളിലേക്ക് സമസ്ത കടക്കാൻ കഴിഞ്ഞത്. 1951 മദ്രസ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. അതുണ്ടാക്കിയതിന് ശേഷം നമുക്കറിയാം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ വിജ്ഞാനം ഒരു മനുഷ്യൻ എങ്ങനെയാണോ മുസ്ലിമായി ജീവിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയാത്ത ഒരു കുട്ടിയും നമ്മുടെ നാട്ടിലില്ലാത്ത അവസ്ഥയിൽ ആ ഒരു നിലപാടിലേക്ക് നമ്മുടെ രാജ്യനെ പരിവർത്തിച്ചത് സമസ്തയാണ്. മുസ്ലിമായി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നു മദ്രസ പ്രസ്ഥാനത്തിലൂടെ. ആ മദ്രസ പ്രസ്ഥാനം നമ്മളെന്താക്കണം, കൊണ്ടുപോകണം. മദ്രസ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള അതിൻ്റെ പിന്നീട് അതാണ് അതായത് വിദ്യാഭ്യാസം. അത് ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ആ വിദ്യാഭ്യാസം കൊടുക്കുന്നു. അതോടുകൂടെ അതിൻ്റെ ഉപരിതലമായിക്കൊണ്ടുള്ള പള്ളി ദർസുകൾ, അതുപോലെ അറബി കോളേജുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായി സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് 11,000-ൽ പരം മദ്രസകൾ നമ്മുടെ സമസ്തയിൽ അംഗീകരിച്ചതായിട്ടുണ്ട്. അതിന് പുറമെ അറബി കോളേജുകളും അതുപോലെ അനാഥശാലകൾ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങൾ മേഖലയിൽ നടന്നിക്കുന്നുണ്ട്. മറ്റുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് വളരെ ലക്ഷ്യത്തോടു കൂടെ തന്നെ വളരെ സമർത്ഥിച്ചുകൊണ്ട് ജനങ്ങളിൽ അത് വേരുറപ്പിക്കാൻ കഴിഞ്ഞ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ ഒരു മനുഷ്യനെ മുസ്ലിമായി ജീവിപ്പിച്ച് മുസ്ലിമായി മരിക്കാൻ വലാ തമൂതന്ന ഇല്ലാ വഅൻതും മുസ്ലിമും ഖുർആൻ പറഞ്ഞല്ലോ. മുസ്ലിമായി ജനിച്ചവൻ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം. ഇതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. വേറെ ദുന്യവിയായ ലക്ഷ്യങ്ങളൊന്നും അതിന് പ്രധാനമായിട്ടില്ല. അതൊക്കെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ഒരു സംഘം എന്ന നിലക്കുള്ള അതുപോലെയുള്ള റിലീഫ് പ്രവർത്തനങ്ങളും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ കാര്യമായിട്ട് അതിന് ലക്ഷ്യം ഇസ്ലാമികമായ വിജ്ഞാനം നൽകിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിൻ്റെ അടിയുറച്ച വിശ്വാസത്തിൽ ജനങ്ങളെ നിലനിർത്തുക എന്നുള്ള പ്രവർത്തനമാണ് കാര്യമായിട്ട് അതിന് ചെയ്യാനുള്ളത്. ആ കാര്യത്തിൽ അത് വിജയിച്ചിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീടുണ്ടായ ഒരുപാട് പേച്ച മാർഗങ്ങളിലൊക്കെ നമ്മൾ ഇടയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. കള്ളത്തരീക്കത്തുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അതിനെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് നിയമപരമായ മാർഗത്തിലൂടെ അടിച്ചമർത്തിക്കൊണ്ട് സമസ്ത മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സമസ്ത നമുക്ക് നിലനിൽക്കണം. ആ സമസ്ത ഇവിടെ വേണം, എങ്കിലേ ദീനുണ്ടാവുള്ളൂ. സമസ്തയെ വഹാബികൾക്കും മൗദൂദികൾക്കും കയറി വരാനുള്ള ഇടം കൊടുക്കാതെ സമസ്ത അവനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ആ നിർത്തിയത് അത് ഇനിയും അതിൻ്റെ കവാടം തുറന്നു കൊടുക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ആ കവാടം, അടക്കപ്പെട്ട കവാടം ഭദ്രമായി വീണ്ടും അടച്ചുകൊണ്ട് തന്നെ സമസ്തയുടെ, അതായത് പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ ആളുകളെ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിലേക്ക് സമസ്ത കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് പ്രവർത്തിച്ചു. ഇനി അടുത്ത നൂറ്റാണ്ടുകളിൽ അതിനെ ശക്തമായ ഒരുപാട് പദ്ധതികൾ വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനം 8-ാം തീയതി ഇവിടെ സമാപിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ ക്യാമ്പോടുകൂടെ ഇവിടെ എന്താണ് ജനങ്ങളിലിടയിൽ പ്രവർത്തിക്കേണ്ടതെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത അംഗങ്ങൾക്ക് പരിശീലനം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യവ്യാപകമായി കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അഥവാ സമസ്ത എന്താണെന്ന് ജനങ്ങളുടെ മനസ്സിൽ ഇറക്കിക്കൊണ്ട് മറ്റുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ നാട്ടിൽ നിന്ന് തുരത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനാണ് ഇത് കൂടിയിരിക്കുന്നത്. അതിനെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. എവിടെ ഒരു ചെറിയ സമ്മേളനം കൂടിയാലും ആളുകളൊക്കെ കൂടുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ ഒരു ജാഥ ഇവിടെ നടന്നു. ഓരോ ജില്ലയിലും അതിൻ്റെതായിരിക്കുന്ന ആൾക്കാർ ജില്ലാ സമ്മേളനങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ് നടന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്
ഈ ക്യാമ്പിൻ്റെ തുടക്കവും അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ 8-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ ജനസമുദ്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾ ഇതിനെ എതിരേൽക്കുമെന്ന കാര്യം നമ്മൾ കാണാൻ കഴിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കമാണ്, ഇന്നതിൻ്റെ തുടക്കമാണ്. 100 പതാകകൾ ഇന്നിവിടെ ഉയർത്തി ബഹുമാനപ്പെട്ട മദീന മുനവ്വറയിൽ നിന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ നിന്ന് കൊണ്ടുവന്ന പതാക സയ്യിദുൽ ഉലമ ഇവിടെ നാട്ടിയതോടുകൂടെ 100 പതാകകൾ ഇവിടെ ഉയർത്തി അത് നമ്മൾ സാക്ഷ്യം വഹിച്ചവരാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത 100ലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഒരുപാട് പദ്ധതികൾ വേണം. കഴിഞ്ഞ തന്നെ പറഞ്ഞാൽ പോരല്ലോ, ഒരു പുതിയ പദ്ധതികൾ ഒരുപാടുണ്ട് എല്ലാ മേഖലയിലും വികസിച്ചു കൊണ്ടുള്ള. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് കേരള കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിലും കേരള എന്നത് അതുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ സംഭവിച്ചൊരു പേരാണ്. ഇതിൻ്റെ പ്രവർത്തനം ഇന്ന് ആഗോളമാണ്. ഈ സമ്മേളനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. UAE-യിലും അതുപോലെ പിന്നെ ബഹ്റൈന്, ഖത്തർ തുടങ്ങിയ അറബ് നാടുകളിലും ആഫ്രിക്കൻ നാടുകളിലും അതുപോലെ നമ്മളെ ദ്വീപുകളിലും തുടങ്ങി അതിനു പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ ആകെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളൊക്കെ വളരെ ആവേശത്തിലാണ്. അതിൻ്റെ ഒക്കെ പ്രതിനിധികൾ എല്ലാ രാജ്യത്തെയും പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇന്ന് തന്നെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അങ്ങനെ വലിയ ഒരു ലോക സമ്മേളനം നടത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഭാവിയുള്ള പ്രവർത്തനവും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ മേഖലയിലും ലോകത്തെ എല്ലാ ഇടങ്ങളിലും ഈ സമസ്തയുടെ സന്ദേശം എത്തിച്ചുകൊണ്ട് ഒരു ഉണർവുണ്ടാക്കാൻ വേണ്ടി സമസ്ത തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥന നടത്തിയത് സയ്യിദ് അലി തങ്ങൾ കുമ്പോൽ അവറുകളാണ്. ഈ ഭാഗത്ത് അറിയപ്പെടുന്ന നമുക്കൊക്കെ ഒരു തണലായി നിലകൊള്ളുന്ന ഒരു കുടുംബമാണ് കുമ്പോൽ തങ്ങന്മാർ. അതിൽ പ്രധാനപ്പെട്ട തങ്ങളാണ് അലി തങ്ങൾ. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കുഞ്ഞിക്കോയ തങ്ങൾ പതാക ഉയർത്തൽ ചടങ്ങിലും വന്നിരുന്നു. അങ്ങനെ ആ കുടുംബം മുഴുവനും നമ്മളോട് കൂടെയാണ്. അർഹമുറാഹിമായ തമ്പുരാൻ അത്തരം സാദാത്തുക്കളുടെ തണലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനിൻ്റെ ഒരു ഭാഗം. അതാണ് അവരെ നമ്മൾ ബഹുമാനിച്ച് അവരുടെ പിന്നിൽ അണിനിരക്കുക എന്നുള്ളതാണ്. അതുപോലെ ഈ യോഗത്തിൽ ആമുഖ ഭാഷണം നടത്തുന്നത് നമ്മുടെ ട്രഷറായ സമസ്തയുടെ ട്രഷർ കൂടിയായ PP ഉമർ കൊയ്യോട് അവറുകളാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു ഓപ്പറേഷനൊക്കെ വിധേയമായിട്ടില്ലേ, അതുമാണ് വീൽ ചെയറിലാണ് വന്നിരിക്കുന്നത്. ഈ സമസ്തൻ്റെ ആവേശം കൊണ്ട് വന്നതാണ്. അർഹമുറാഹിമായ തമ്പുരാൻ അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ കേരള മുസ്ലിങ്ങളുടെ നേതാവായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളവർകളാണ്. അർഹമുറാഹിമായ തമ്പുരാൻ വളരെ ശക്തമായിക്കൊണ്ട് തന്നെ ഈ സമുദായത്തെ നയിക്കാൻ ആയുരാരോഗ്യവും സിഹത്തും ആഫിയത്തും അല്ലാഹു തആല നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു വാർത്ത കേട്ടു. രാവിലെ തന്നെ എൻ്റെ കുട്ടികളെ എനിക്കൊരു വാർത്ത കേൾപ്പിച്ചു തന്നു. മാതൃഭൂമി ചാനലിൻ്റെ വാർത്തയാണ്. ഇന്നത്തെ സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നത് ഉമ്മർ ഫൈസിയാണെന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങന്മാരുടെ വിരോധിയായ ഉമ്മർ ഫൈസി എന്നും പറഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സാദിഖ് അലി തങ്ങളാണെന്നും പറഞ്ഞിട്ട് ഒരു കോമാളി വാർത്ത നടത്തിയിരുന്നു. അങ്ങനെ ഒന്നില്ല. ഇല്ലാത്തതിങ്ങനെ കെട്ടിച്ചമച്ചുകൊണ്ട് ഞാൻ എന്നും പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ്. ഞാൻ 1980 എൻ്റെ ഒരു വീടുണ്ടാക്കി അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം എനിക്ക് അന്ന് ഒരു പൈസ തന്നിരുന്നു. അത് ഇന്നും എൻ്റെ ബെൽറ്റിലുണ്ട്. അതൊരു ബർക്കത്തിൻ്റെ പൈസയായിട്ട് ഞാൻ സൂക്ഷിച്ചതാണ്. എനിക്കതിൻ്റെ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അതിന് ശേഷം എനിക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടിലായില്ല ഞാൻ വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെയാണാണോ. എനിക്ക് നിറഞ്ഞ ജോലിയുണ്ട്, പക്ഷെ എനിക്ക് എവിടെയും ശമ്പളമില്ല. എന്നാലും എൻ്റെ വീട്ടിലോ എൻ്റെ കാര്യത്തിലോ ഒന്നും ഒരു തിടുക്കവും ഉണ്ടാകുന്നില്ല. അല്ലാഹു തആല റഹ്മത്ത് ബർക്കത്ത് ഇരിക്കുന്നു. എൻ്റെ കുട്ടികൾ എൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. ഇതാണ്. അപ്പം അത് സാമ്പത്തിക മേഖലയിൽ നിന്ന് മാത്രമല്ല, എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടായാൽ നമ്മൾ ചെന്ന് അന്യായം പറയുന്ന അല്ലെങ്കിൽ നമുക്ക് തണലായി നിൽക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം. ആൾക്കാരെന്തൊക്കെ പറയുന്നു ഇതൊക്കെ എന്താക്കുന്നു കേട്ടിട്ട് നമ്മളിടയിൽ ഇങ്ങനെ വിരോധമാണ്, ലീഗ് വിരോധിയാണ്, സഖാവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒക്കെ പറച്ചിലാണ്. ഒന്നുമില്ല. സഖാവ് ഒരു മനുഷ്യനിക്ക് അങ്ങനെ ആകാൻ കഴിയൂല. ഒരു മുഅ്മിനായ മനുഷ്യൻ. അതുകൊണ്ട്
ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും ഇതൊക്കെ കേട്ടിട്ട് നമ്മളെന്താക്കരുത്, പരസ്പരം ഗീബത്ത് നമീമത്തൊന്നും നടത്തരുത്. സംഗതികൾ എന്താക്കണം, നമ്മൾ ഈ മേഖലയിൽ ജീവിക്കേണ്ടവരല്ലേ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണ മേഖലയിൽ പ്രവർത്തിക്കലാണ് എൻ്റെ പണി മുഴുവനും. എൻ്റെ വീട്ടിൽ കോളിംഗ് ബെല്ല് പെണ്ണുങ്ങൾ എടുത്തു വെച്ചതാണ്. കാരണം ഞാൻ പാതിരക്ക് ചെന്ന് ബെല്ലടിച്ചോളം ഉറക്കം സുപ്പാക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് പോന്നിട്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല. എനിക്ക് ഈ ദീൻ്റെ മേഖലയിലുള്ള പ്രവർത്തിൻ്റെ പണി മാത്രമേ ഉള്ളൂ. അതിനൊന്നും ഒരു പ്രതിഫലം വാങ്ങിയിട്ടുള്ള പണിയുമല്ല. അള്ളാഹുവിൻ്റെ വചനം വിചാരിച്ച് ഞാൻ ശംസുൽ ഉലമയുടെ കൂടെ 20 കൊല്ലം ജീവിച്ചവനാണ്. ശംസുൽ ഉലമയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ മതിവ് പറയാനല്ല ഞാനത് പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്ന ഫിത്തനകളെ സംബന്ധിച്ച് പറയാണ്. ഞാനത് വലിയ യോഗ്യനാണെന്ന് പറയാനല്ല. അപ്പം ആ ഫിത്തനകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതൊക്കെ എന്താക്കണം, ഒന്ന് മാറ്റിയിട്ട് നമ്മളൊക്കെ ദീനിൻ്റെ കുട്ടികളാണ് എന്നാക്കി ചേർന്നുകൊണ്ട് നമ്മളെന്താക്കുക, ആ വിശ്വാസവും പ്രവൃത്തിയൊക്കെ ആ രൂപത്തിലാവണം എന്ന് ഈ അവസരത്തിൽ സാന്ദർഭികമായി പറയുകയാണ്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഇതിൻ്റെ അധ്യക്ഷ പദവി നമ്മുടെ സമസ്ത പ്രസിഡന്റ് കൂടിയായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളവർ നിർവഹിക്കുന്നു. പിന്നീട് ഈ യോഗത്തിൽ നമ്മൾ വന്നോ, അറബി വന്നോ എത്തിയോ? ഇൻഷാ അല്ലാഹ് നമ്മുടെ യോഗത്തിൽ ഒരു വിശിഷ്ടാതി എത്തിയിട്ടുണ്ട്. നമ്മളെ കൈറോവിലെ നുറഹൈബു ലൈഫൻ അൽ കരീം അൽ മുംതാസ് അദ്ദക്തൂർ മുഹമ്മദ് അബ്ദുള്ള ദായിമുൽ ചുന്തി അൽ അമീൻ അൽ മജ്ലിസുൽ ബുഹൂസിൽ ഇസ്ലാമിയ ബിൽ ഖാഹിറ. نحن نتشرف ونعتز بحضوركم معنا في هذا الاحتفال بمناسبة المهرجان المئوي لجمعية العلماء بكيرلا التي تقوم بأنشطة مختلفة في مجال نشر العلوم الدينية ونشر عقيدة أهل السنة والجماعة. മഹാനവറുകളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ശതാബ്ദി സ്മാരക ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്നുണ്ട്. അത് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് അവറുകളാണ്. അത് സ്വീകരിക്കുന്നത് ഇബ്രാഹിം ഹാജി കുനിയ, നമ്മുടെ ഇബ്രാഹിം ഹാജിയാണ് അത് സ്വീകരിക്കുന്നത്. അത് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ നിർമ്മാണങ്ങളിലൊക്കെ മുഖ്യ പങ്ക് വഹിച്ച അൻവർ സാദിഖ് ഫൈസി താനൂർ അവറുകളാണ്, അതിൻ്റെ എഡിറ്ററാണ്. അതേപ്രകാരം സപ്ലിമെൻ്റ് പ്രകാശനമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, നമ്മുടെ MP ആയ മഹാൻ അവറുകളാണ്. അദ്ദേഹത്തെ ഒക്കെ സ്വാഗതം ചെയ്യുകയാണ്. സ്വീകരിക്കുന്നത് ഡോക്ടർ ഇസുദ്ദീൻ ഹാജി കുമ്പളയാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നീട് സ്മാർട്ട് മദ്രസ സ്റ്റുഡൻസ് ആപ്പ് ലോഞ്ച് ചെയ്യുന്നത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. SYS റിലാക്സ് വില്ലേജ് പ്രോജക്റ്റ് ലോഞ്ചിങ് നടത്തുന്നത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് അവറുകളാണ്. ഫണ്ട് നൽകുന്നത് SIC ബുറൈദ. അത് ഏറ്റുവാങ്ങുന്നത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പുസ്തക പ്രകാശനം CH കുഞ്ഞമ്പു MLA. സ്വീകരിക്കൽ അബ്ദുൽ മജീദ് ഹാജി കുറ്റിക്കോൽ. അസ്മി സമസ്ത കിഡ്സ് ഇൻ്ററാക്റ്റീവ് AI മാഗസിൻ ലോഞ്ചിങ് AKM അഷ്റഫ് MLA. അതുപോലെ അൽബിറിൻ്റെ 10ാം വാർഷിക സോവനീറുണ്ട്, അതിൻ്റെ പ്രകാശനം കൂടെ നടക്കുന്നുണ്ട്. അത് NA നെല്ലിക്കുന്ന് MLA സ്വീകരിക്കുന്നു. ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുന്നമംഗലം MLA ആയ അഡ്വക്കേറ്റ് PTA റഹീം ഇവിടെ പ്രസംഗിക്കുന്നതാണ്. പിന്നെ ഇവിടെ കൂടിയിട്ടുള്ള മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറിയും വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയുമായ MT അബ്ദുള്ള മുസ്ലിയാരാണ്. പിന്നെ പ്രഭാഷണം നടത്തുന്നത് മുഷാവറാംഗമായ ഹൈദർ ഫൈസി പനങ്ങാങ്കര, ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, BK അബ്ദുൽ ഖാദിർ കാസിമി ബംബ്രാണ തുടങ്ങിയവരാണ്. മറ്റ് ഇവിടെ ഒരുപാട് ആൾക്കാർ കൊണ്ട് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ അംഗങ്ങൾ എല്ലാവരും മുഴുവൻ ഇവിടെ ഉണ്ടെന്ന് രാവിലെ മുഷാവറ യോഗം ഉണ്ടായിരുന്നു. അതിലൊക്കെ പങ്കെടുത്ത ഇവിടെ ഇതിനു വേണ്ടി ഇൻഷാ അല്ലാഹ് 8ാം തീയതി വരെ ഇതിൻ്റെ പ്രവർത്തനവുമായി ഇവിടെ അവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ആ നിലക്കുള്ള എല്ലാ മഹാന്മാരും ഇവിടെ ഉണ്ട്. അതുപോലെ
എന്നിട്ട് സമസ്തയുടെ കീഴടങ്ങളുടെയും അല്ലാത്തയുമായ മഹല്ല് പ്രവർത്തകന്മാർ, മഹല്ല് കാരണവന്മാർ, മഹല്ല് ജമാഅത്തിൻ്റെ അവിടുത്തെ ഖാദി ഖത്തീബന്മാർ, മുഅല്ലിമീങ്ങൾ, മുദരിസുമാർ തുടങ്ങി എല്ലാവരും സാധാരണക്കാരായ ആൾക്കാരും എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരെയും സ്റ്റേജിലും സദസ്സിലുമുള്ള എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അർഹമുർ-റഹീമായ തമ്പുരാൻ നമുക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പാതയിൽ ജീവിച്ചു മരിക്കാനും മഹാന്മാരുടെ കാൽപ്പാടുകൾ തുടർന്നുകൊണ്ട് ജീവിച്ചു മരിക്കാനും അർഹമുർ-റഹീമായ തമ്പുരാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.